സഞ്ചാര സ്വാതന്ത്ര്യം ഒരു മനുഷ്യാവകാശമാണിപ്പോൾ. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ റോഡുകളുടെ ഒരു സാമൂഹിക ചരിത്രമുണ്ട്. ആ റോഡുകളുടെ സാമൂഹിക ചരിത്രം മിഷണറി പ്രസ്ഥാനങ്ങളുമായും ബന്ധപ്പെട്ട ചരിത്രമാണ്. നാട്ടിൽ ജാതിയെ സംരക്ഷിച്ച് നിർത്തുന്നതിൽ പാതയോരങ്ങൾക്ക് റോഡുകൾക്ക് ഒരു വലിയ പങ്കുണ്ടായിരുന്നു. റോഡിലൂടെയൊക്കെ ആര് നടക്കണം, റോഡിലൂടെ ആര് സഞ്ചരിക്കണം എന്ന് ചിലരൊക്കെ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് റോഡുകളുടെ സാമൂഹിക ചരിത്രവും മിഷണറി പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലും നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ 100 വർഷത്തിന് മുമ്പ് മിഷണറിമാർ വരുന്നതിന് മുമ്പ് ഈ റോഡുകൾ നാട്ടിലെ അധസ്ഥിതിന് പാവപ്പെട്ട ഒരു അയിത്തജാതിക്കാരന് നടക്കാൻ അനുവാദമില്ലായിരുന്നു. ആ റോഡുകളുടെ സാമൂഹിക ചരിത്രവും മിഷണറി പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലുമാണ് നാം പരിശോധിക്കുന്നത്. നമ്മളങ്ങനെ നമ്മളായി. പണ്ടൊരു നായർ പ്രമാണി ഒരു കുതിരയെ വാങ്ങിച്ചു. ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്, മോഹവില കൊടുത്ത്. ചന്തമുള്ള കുതിര, നല്ല കുതിപ്പുള്ള കുതിര, നല്ല മിടുക്കനായ കരുത്തനായ ശീഘ്രഗതിയുള്ള ഉശിരനായ ഒരു കുതിര. പക്ഷെ ആ കുതിരയെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്തപ്പോൾ ഈ കുതിര നല്ല റോഡിലൂടെ യാത്ര ചെയ്യുന്നില്ല. ഈ കുതിര യാത്ര ചെയ്യുന്നത് ഊടുവഴികളിലൂടെയാണ്. നാട്ടിലെ ഊടുവഴികളിലൂടെയല്ല ഈ കുതിര യാത്ര ചെയ്യുക. ഇഷ്ടപ്പെട്ട് ചന്തമുള്ള ഒരു കുതിരയെ വാങ്ങിച്ചുകൊണ്ട് വന്ന നായർ പ്രമാണി നിരാശനായി. എന്താണ് ഈ കുതിര പൊതു റോഡിലൂടെ യാത്ര ചെയ്യാത്തത്? നാട്ടുകാർ കാണുന്ന പൊതു ഇടങ്ങളിലൂടെ, റോഡുകളിലൂടെ എന്താണ് ഈ കുതിര യാത്ര ചെയ്യാത്തത്? ഊടുവഴികളിലൂടെയും പള്ളക്കാടുകളിലൂടെയും കാടുകളുടെ ഇടയിലൂടെയും ആരും കാണാത്ത സ്ഥലങ്ങളിലൂടെ എന്തിനാണ് ഈ കുതിര യാത്ര ചെയ്യുന്നത്? അപ്പോഴാണ് മനസ്സിലായത്, ഇതേതോ ഒരു ഈഴവന്റെ കുതിരയായിരുന്നു. വഴി നടക്കാൻ അനുവാദമില്ലാതെ ഊടുവഴികളിലൂടെ യാത്ര ചെയ്തിരുന്ന ഒരു കുതിര നായപ്രമാണി വില കൊടുത്ത് വാങ്ങിച്ചപ്പോൾ ആ കുതിര പൊതു റോഡിലൂടെ യാത്ര ചെയ്യാതെ ഊടുവഴികളിലൂടെ യാത്ര ചെയ്ത ഒരു സംഭവം വായിച്ചതോർക്കുകയാണ്. ഈ കാര്യം സംഭവിച്ചതാണോ, ശരിയാണോ, യാഥാർത്ഥ്യമാണോ, കള്ളമാണോ നമുക്കറിയില്ല. പക്ഷേ ഈ ഫലിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സാമൂഹിക അവസ്ഥയും അത് നമ്മുടെ റോഡുകളുടെ ജാതി വ്യവസ്ഥയാണ്. ജാതി വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ, സംരക്ഷിക്കുന്നതിൽ, ബ്രാഹ്മണ്യത്തെ പൊതിഞ്ഞു നിർത്തുന്നതിൽ റോഡുകൾ വഹിച്ച പങ്കിനെക്കുറിച്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, സോഷ്യോളജിസ്റ്റുകൾ, ആന്ത്രപ്പോളജിസ്റ്റുകൾ കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. പഠനങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. വളരെ കൃത്യമായ വിശദീകരണങ്ങളും പഠനങ്ങളും. കേരളത്തിലെ, നമ്മുടെ നാട്ടിലെ റോഡുകൾ എങ്ങനെയാണ് ജാതിയെ സംരക്ഷിച്ചു നിർത്തിയത്, ബ്രാഹ്മണ്യത്തെ എങ്ങനെയാണ് സംരക്ഷിച്ചു നിർത്തിയത്, ബ്രാഹ്മണിക്കൽ ഫിലോസഫി എങ്ങനെയാണ് താങ്ങി നിർത്തിയത്, അതിനെക്കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ റോഡുകളുടെ സാമൂഹ്യ ശാസ്ത്രം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ ഊടുവഴികളിലൂടെയും കാടുകളിലൂടെയും നടക്കേണ്ടി വന്ന ഈ നാട്ടിലെ അടിയാളന്മാരുടെ അടിമജീവിതം എത്രയോ മോശപ്പെട്ട ജീവിതമായിരുന്നു, അരാജകമായ ജീവിതമായിരുന്നു. അന്യവൽക്കരിക്കപ്പെട്ട, അപരവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ സാമൂഹിക ജീവിതം ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ സാമൂഹിക ജീവിതം, പൊതുജീവിതം പൊതുവിടങ്ങളിൽ നിന്നും അരിവൽക്കരിക്കപ്പെട്ട് കാടുകളിലൂടെയും തോടുകളിലൂടെയും ഒക്കെ നടന്നും ഇഴഞ്ഞും ജീവിച്ചു തീർക്കേണ്ടി വന്നൊരു ജീവിതം സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. 100 വർഷം മുമ്പ് മിഷണറിമാർ എത്തുന്നതിന് മുമ്പുള്ളൊരു ചരിത്രമാണ്. അതുകൊണ്ടാണ് മിഷണറി പ്രസ്ഥാനവും റോഡുകളുടെ സാമൂഹിക ശാസ്ത്രവും സാമൂഹിക ചരിത്രവും പ്രത്യേകമായി നാം പരിശോധിക്കേണ്ടത്. 1850കളിലെ ഒരു ചരിത്രം പറയാം. ഒരു മിഷണറി പല്ലക്കിൽ യാത്ര ചെയ്യുക. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ എതിർവശത്തൂടി ഒരു ബ്രാഹ്മണന്റെ എഴുന്നള്ളത്ത് വരികയാണ്. കൃത്യമായി ഏറ്റുമുട്ടി. ബ്രാഹ്മണൻ നടക്കേണ്ട പൊതു റോഡിലൂടെ, വഴിയിലൂടെ മിഷണറിയുടെ യാത്രയെ അവർ പരിഹസിച്ചു. അവസാനം
ലെവിസ് എന്ന് പറയുന്ന മിഷണറിയെ കായികമായി മർദ്ദിക്കുകയും ആക്രമിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ. മറ്റൊരു ലണ്ടൻ മിഷണറിയായ വില്യം ലീ, അദ്ദേഹം ഇതുപോലെ റോഡിലൂടെ പോയപ്പോൾ ഇത് സവർണരുടെ മേലാളന്മാരുടെ ബ്രാഹ്മണർ മാത്രം യാത്ര ചെയ്യേണ്ട റോഡാണ്, ഇതുവഴി വില്യം ലീയെ പോലെയുള്ള ഒരു ലണ്ടൻ മിഷണറി പോയതിനെയും അവർ എതിർത്ത് അദ്ദേഹത്തെ ആക്രമിച്ച ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് റോഡുകളുടെ സാമൂഹ്യ ശാസ്ത്രവും സാമൂഹ്യ ചരിത്രവും ജാതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മൾ പരിശോധിക്കുന്നത്. പൊതുവിൽ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ജാതിയെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ, ജാതിയെ പരിപോഷിപ്പിച്ചു നിർത്തുന്നതിൽ എങ്ങനെയാണ് റോഡുകൾ അതിൻ്റെ കടമ നിർവഹിച്ചത്? ചരിത്രകാരനായ P.K. ബാലകൃഷ്ണന്റെ ജാതി വ്യവസ്ഥയും കേരളമെന്ന് പറയുന്ന പുസ്തകത്തിൽ റോഡുകളുടെയും തോടുകളും കാടുകളും എങ്ങനെയാണ് അയിത്തജാതിക്കാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനെ അദ്ദേഹം വിശദീകരിക്കുന്നു, നന്നായി വിശദീകരിക്കുന്നു. ഈ ഭാസ്കരനുടെ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന പുസ്തകത്തിലും ജാതിവൽക്കരിക്കപ്പെട്ട റോഡുകളെ അദ്ദേഹം നന്നായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ റോഡുകൾ ജാതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ടാണല്ലോ വഴി നടക്കാൻ അനുവാദമില്ലാത്തത്. ആ റോഡിലൂടെ ആളുകൾ നടക്കണം, എല്ലാ പൊതുവിടങ്ങളിലൂടെ മനുഷ്യന് നടക്കാൻ കഴിയണം എന്ന് മിഷണറിമാർ വളരെ കൃത്യമായി പറഞ്ഞു. പല സന്ദർഭങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മനുഷ്യനൊരു ഹ്യൂമൻ ഐഡന്റിറ്റി ലഭിച്ചത് മിഷണറിമാർ വന്നപ്പോഴാണ്. ദളിതനൊരു ഹ്യൂമൻ ഐഡന്റിറ്റി ലഭിച്ചത് മിഷണറിമാർ വന്നപ്പോഴാണ്. ദളിതനൊരു സെക്യുലർ ഐഡന്റിറ്റി ലഭിച്ചത് ഭരണഘടന ലഭിച്ചപ്പോഴാണ്. ഇവിടെ അവർ മനുഷ്യരാണ്. നായ്ക്കും നരിക്കും കാളയ്ക്കും കഴുതയ്ക്കും യഥേഷ്ടം വിഹരിക്കാൻ കഴിയാവുന്ന, പാമ്പിനും പട്ടിക്കും പഴുതാരയ്ക്കും പോലും വിഹരിക്കാൻ പറ്റുന്ന ഒരു റോഡിൽ മനുഷ്യന് പറ്റില്ലേ? നായുടെ വിലയില്ലേ മനുഷ്യന്? പശുവിനും പാമ്പിനും വിഹരിക്കാമല്ലോ. പശുവിനും പാമ്പിനും നടക്കാൻ പറ്റുന്ന, പശുവിനും പാമ്പിനും വിഹരിക്കാൻ പറ്റുന്ന റോഡിൽ മനുഷ്യൻ നടന്നാൽ അവനെ ഉപദ്രവിക്കുന്ന, അവനെ ചാട്ടക്കടിക്കുന്ന, അവൻ്റെ കണ്ണിൽ ചുണ്ണാമ്പ് വിരട്ടുന്ന, അവൻ്റെ വിരൽ തിളച്ച എണ്ണയിൽ മുക്കുന്ന, കുടിലുകൊണ്ട് അവൻ്റെ നഖം പറിച്ചെടുക്കുന്ന, അവനെ കീഴ്മേൽ കെട്ടിത്തൂക്കിയിട്ട് അവൻ്റെ പിൻഭാഗത്തൂടെ ഇരുമ്പ് കയറ്റുന്ന ഏറ്റവും പൈശാചികമായ, കഠിനമായ, മാരകമായ ശിക്ഷാ നടപടികൾ അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന, ജാതിക്കോമരം ഉറഞ്ഞു തുള്ളുന്ന, ബ്രാഹ്മണ പൗരോഹിത്യത്തിൻ്റെ രൗദ്രഭാവം അതിൻ്റെ എല്ലാ രൂക്ഷതയിലും ഉറഞ്ഞു തുള്ളുന്ന ഒരിടമായി നമ്മുടെ നാട് മാറി. അവിടെയാണ് റോഡിൻ്റെ ജാതി നമ്മൾ ചർച്ച ചെയ്യുന്നത്. റോഡുകളുടെ സാമൂഹിക ചരിത്രം നമ്മൾ വിശകലനം ചെയ്യുന്നു. ഇന്നത്തെ റോഡുകളിലൂടെ എല്ലാവർക്കും സഞ്ചരിക്കാം. ഇന്നത്തെ റോഡുകളിലൂടെ യഥേഷ്ടം എല്ലാവർക്കും പോകാം. പക്ഷേ മിഷണറിമാർ യാത്ര ചെയ്തു. മിഷണറിമാരുടെ ആദർശങ്ങളിലേക്ക്, ക്രൈസ്തവ ആദർശങ്ങളിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ട ആളുകൾ റോഡിലൂടെ പോകാൻ അവർ പറഞ്ഞു. 1822 മുതൽ 59 വരെ തിരുവനന്തപുരത്തിലെ പരിസര പ്രദേശമുണ്ടായ അപ്പർ ക്ലോത്ത് സ്ട്രഗിൾ, മാർമർക്കൽ കലാപത്തിലൂടെ വസ്ത്രം ധരിക്കാൻ അനുവാദം ലഭിച്ച നാടാ സ്ത്രീകളെ റോഡിലൂടെ മിഷണറിമാർ കൊണ്ടുപോയി. മിഷണറിമാരുടെ ഭാര്യമാർ കൈകൊണ്ടുണ്ടാക്കിയ ചാൾസ് ബീഡിനെ വില്യം തോബിയ സിംഗിൾ ടാം, അവിടെ മിഷണറിമാരുടെ ഭാര്യമാർ കൈകൊണ്ടാക്കിയ റൗക്കയും ബ്ലൗസും ജാക്കറ്റും ഇട്ടുകൊണ്ട് റോഡിലൂടെ ബോധപൂർവ്വം മിഷണറിമാർ അവരെ നടത്തി. അങ്ങനെയാണ് സവർണറുടെ ബ്ലൗസ് വലിച്ചു കീറുന്നത്. ഈ റോഡുകൾ മനുഷ്യന് നടക്കാനുള്ളതാണെന്ന് പറഞ്ഞവരാണ് മിഷണറിമാർ. റോഡുകൾ ജാതിയുടെ പേരിൽ ജാതിവൽക്കരിക്കുകയും ജാതിയെ സംരക്ഷിച്ചു നിർത്തുകയും ബ്രാഹ്മണ്യത്തെ പൊതിഞ്ഞു നിർത്തുകയും ചെയ്ത റോഡിൻ്റെ വൈകൃതമായ ജാതിമുഖത്തെ കൃത്യമായി തുറന്നു കാണിച്ച് റോഡുകൾ മതേതരമാണെന്നും റോഡുകൾ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും റോഡുകൾ തുല്യനീതി ലഭിക്കേണ്ട ഇടമാണെന്നും അതുപോലെ തന്നെ നടക്കാനുള്ളതാണെന്നും അതും മനുഷ്യന് വേണ്ടിയുള്ളതാണെന്നുള്ള മാനവികതയുടെ സന്ദേശം പൊതുജനത്തോട് തുറന്നു പറഞ്ഞവരാണ് മിഷണറിമാർ. നിങ്ങൾ നോക്ക്, കോട്ടയം കുമളി റോഡ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. കോട്ടയം കുമളി റോഡ് നിങ്ങൾക്കറിയാമല്ലോ, മുണ്ടക്കയത്തും
സമീപ പ്രദേശങ്ങളിലെല്ലാം കൂട്ടിക്കൽ, മുണ്ടക്കയം, പാമ്പാടുംപാറ, ആ മേഖലകളിലെല്ലാം ഹൈ റേഞ്ച്, ഈ മേഖലകളിലെല്ലാം സുവിശേഷ പ്രവർത്തനം നടത്തി സഭ സ്ഥാപിച്ച്, പള്ളികൾ സ്ഥാപിച്ച്, സ്കൂളുകൾ സ്ഥാപിച്ച ആളാണ് ഹെൻറി ബേക്കർ. മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവർക്ക് ട്രക്കുകളിലും കാളവണ്ടികളിലും കുതിരപ്പുറത്ത് നടക്കാൻ അവർ ചെറിയ ചെറിയ വഴികൾ വിട്ടു. അവരെ കച്ചവടത്തിനും വാണിജ്യ ആവശ്യങ്ങൾക്കുമായ റോഡുകൾ വിട്ടു. അങ്ങനെ അവരുടെ മേഖലകളിൽ മിഷന്മാർ മാത്രമല്ല, ഇവിടെ വന്നിട്ടുള്ള പോർട്ടുഗീസുകാർ, ഡച്ചുകാർ, പിന്നീട് വന്ന ഇംഗ്ലീഷുകാർ, ബ്രിട്ടീഷുകാർ അവരുടെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി, അവിടെ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ തങ്ങളുടെ കോളനികളിൽ വികസനങ്ങൾ നടപ്പിലാക്കിയിരുന്നു. അങ്ങനെയാണ് പാലങ്ങൾ, ബ്രിഡ്ജുകൾ, റെയിൽവേകൾ, വലിയ റോഡുകൾ, തൂക്കുപാലങ്ങൾ, കനാലുകൾ ഇതെല്ലാം അവരുണ്ടാക്കിയത് അതിൻ്റെ മേഖലയാണ്. കോളനികളിലെല്ലാം അവരത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിഷണറിമാരും അവിടെ സ്കൂളുകളിലേക്ക് പോകാൻ, അവരുടെ തോട്ടങ്ങളിലേക്ക് പോകാൻ, അവർ ചെറിയ ചെറിയ റോഡുകൾ, കാളവണ്ടിക്ക് പോകാവുന്ന, ട്രക്കുകൾക്ക് പോകാവുന്ന, കുതിരപ്പുറത്ത് പോകാവുന്ന പാകത്ത് ചെറിയ ചെറിയ റോഡുകൾ, ഒരു വശത്ത് ജാതിയെ സംരക്ഷിക്കുന്ന റോഡുകൾ, ബ്രാഹ്മണർക്ക് മാത്രം പല്ലക്കുകളിലും എഴുന്നള്ളത്ത് നടത്താൻ പറ്റുന്ന റോഡുകളായി റോഡുകളെ ജാതിവൽക്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ടവന് വേണ്ടി റോഡുകൾ ഉണ്ടാക്കുന്നു. ട്രക്കുകളിലും കുതിരപ്പുറത്തും കാളുവണ്ടികളിലും മിഷണറിമാർ യാത്ര ചെയ്യുന്നു. ഇതൊരു സാംസ്കാരിക പ്രതിരോധമാണ്. ജാതിക്കെതിരെയുള്ള ശക്തമായൊരു മുന്നേറ്റം കൂടിയാണ് മിഷണറിമാർ നടത്തിയത്. ജാതിയെ വളരെ കൃത്യമായി അഭിസംബോധന ചെയ്തുകൊണ്ട് റോഡുകൾ എല്ലാവരും നടക്കേണ്ടതാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. തുല്യത നിഷേധിക്കുന്ന, അവകാശത്തെ നിഷേധിക്കുന്ന ഈ ജാതി ജടിലമായ സമ്പ്രദായത്തെ തിരസ്കരിച്ചുകൊണ്ട് റോഡുകളുടെ മതേതര സ്വഭാവത്തെ, വഴികളുടെ മാനവിക സ്വഭാവത്തെ ഉയർത്തിപ്പിടിച്ചവരാണ് മിഷണറിമാർ. അങ്ങനെ അവർ റോഡുകൾ കെട്ടും. ഞാൻ കുമളി കോട്ടയം റോഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ നാട്ടിലെ റോഡുകളൊന്നും പാവപ്പെട്ടവർ നടക്കാൻ പറ്റാത്ത റോഡുകളാണ്. കോഴഞ്ചേരി തിരുവല്ല റോഡ് തുറന്നു കൊടുത്തിട്ട് 100 വർഷമേ ആയുള്ളൂ. 1913-14 കാലഘട്ടങ്ങളിൽ വലിയ വിദൂരമൊന്നുമല്ല, അടുത്ത കാലഘട്ടമാണ്. കോഴഞ്ചേരിയിൽ നിന്ന് തിരുവല്ലയിലേക്കും, തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരിയിലേക്കും യാത്ര ചെയ്യാൻ ആ റോഡിലൂടെ ദളിതർ, കൈത്ത ജാതിക്കാർക്ക് പോകാൻ അനുവാദമില്ലായിരുന്നു. കോഴഞ്ചേരി ഒരാൾ വരണമെങ്കിൽ തോട്ടപ്പുഴ, നന്നൂര്, പൊടിപ്പാറ മേഖലകൾ വഴി ഉള്ളവർ അവരിങ്ങനെ ഊടുവഴിയിലൂടെ യാത്ര ചെയ്ത് മണിമലയാറ്റിലെ പുത്തമ്പറവിൽ കടവിൽ നീന്തിക്കടന്ന് ഇരുവള്ളിപ്ര വഴി തിരുവല്ലയിലെത്തണം. കോഴഞ്ചേരിയിൽ നിന്ന് നേരിട്ട് തിരുവല്ലയിലെത്താൻ പറ്റില്ല. കുഗ്രാമങ്ങളിലൂടെ, ഊടുവഴികളിലൂടെ, മണിമലയാറ് നീന്തിക്കയറി കാടുകളിലൂടെ തിരുവല്ലയിലെത്തണം. ഇതായിരുന്നു കോഴഞ്ചേരി തിരുവല്ല റോഡിൻ്റെ ചരിത്രം. ഇതാണ് നാട്ടിലെ ദളിതരുടെയും ഐത്തജാതിക്കാരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു ചരിത്രം. എന്നാൽ അതിനെതിരെ ഒത്തിരി സമരം നടന്നു. ഈ 1913 മുമ്പ് തന്നെ 1840-കളിൽ മാത്യൂസ് മാർ അത്താനിസിയോസ് കൃത്യമായി സാമൂഹ്യ പ്രക്രിയയിൽ ഇടപെടുകയും സമരങ്ങളിൽ ഇടപെടുകയും ചെയ്ത വ്യക്തിയാണ്. 1913-14 കാലഘട്ടങ്ങളിൽ വെള്ളിക്കര മത്തായി ആശാൻ ഈ സഞ്ചാരത്തിന് വേണ്ടി സമരം ചെയ്ത ആളാണ്. വെള്ളിക്കര മത്തായി ആശാൻ അദ്ദേഹത്തിൻ്റെ മതപരിവർത്തനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ റോബർട്ട് ഫെലിക്സ് കുക്ക് എന്ന് പറയുന്ന മിഷണറി തൻ്റെ ആത്മകഥയെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോബർട്ട് ഫെലിക്സ് കുക്ക് എന്ന് പറയുന്ന മിഷണറി അടൂരിൽ താമസിക്കുമ്പോൾ കുമ്മനാട്ട് പുല്ലാട് എൻ്റെ സ്ഥലത്തേക്ക് വരണമെന്ന് പറഞ്ഞ് വെള്ളിക്കരി മത്തായി ആശാൻ പല സന്ദർഭങ്ങളിൽ കത്ത് കൊടുക്കുന്നതിനെക്കുറിച്ചും നിരന്തരമായി കത്ത് ലഭിച്ചതിൻ്റെ ഭാഗമായി ഞാൻ കുമ്മനാട്ടെത്തുന്നത് വെള്ളിക്കരി മത്തായി ആശാന്റെ ക്ഷണം സ്വീകരിച്ചാണെന്ന് അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പറയുന്നു. റോബർട്ട് ഫെലിക്സ് കുക്ക് എന്ന് പറയുന്ന സായിപ്പ് പ്രാർത്ഥിച്ചനന്തരമായി വെള്ളിക്കരി മത്തായി ആശാന്റെ അസുഖം ഭേദമാകുന്നു. അങ്ങനെ വെള്ളിക്കരി മത്തായി ആശാന്റെ ക്ഷണം ലഭിച്ചുകൊണ്ട് അദ്ദേഹം കുമ്മനാട്ട് വെള്ളിക്കരയിലെത്തുന്നു. അതറിഞ്ഞുകൊണ്ട് പൊയ്കൽ യോഹന്നാൻ്റെ, പൊയ്കലപ്പച്ചൻ്റെ അനുയായികൾ അദ്ദേഹത്തെ കാണാൻ വരുന്നു.
പിന്നീട് വെള്ളിക്കൽ മത്തായി ആശാനും പൊയ്യലപ്പച്ചനും റോബർട്ട് ഫെലിക്സ് എന്ന് പറയുന്ന സായിപ്പിൻ്റെ അനുയായികളാകുന്നു. അവർ തമ്മിൽ നടത്തുന്ന പെരുമ്പട്ടിയിലെ പ്രസംഗത്തെക്കുറിച്ചും വെള്ളിക്കരയിലെ യോഗങ്ങളെക്കുറിച്ചും ഇരുവേരിലെ യോഗത്തെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് റോബർട്ട് ഫെലിക്സ് കുക്ക് എന്ന മിഷണറി തൻ്റെ ആത്മകഥയിൽ. വെള്ളിക്കര മത്തായി ആശാൻ തിരുവല്ല കോഴഞ്ചേരി റോഡിൻ്റെ സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. പുല്ലാട് ലഹള നിങ്ങൾക്കറിയാം. പുല്ലാട്ട സ്കൂളിൽ 4 കൊച്ചു കുട്ടികൾ കയറുന്നതിന് പേര് ആ സ്കൂൾ തീവച്ച് നശിപ്പിച്ചു. ആ 4 പേര് കയറിയതിലൊരു കൊച്ചു കുഞ്ഞാണ് കേശവശാസ്ത്രി. അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ സ്പീക്കറായി പിന്നീട് മാറി. അദ്ദേഹമാണ് അയ്യങ്കാളിയുടെ ഏകമകൾ തങ്കമ്മ വിവാഹം കഴിച്ച കേശവശാസ്ത്രി. ചരിത്രം അങ്ങനെയാണ്. കാലത്തിനൊരു കാവ്യനീതിയുണ്ട്, ചരിത്രം കണക്ക് ചോദിക്കും. അങ്ങനെ പുല്ലാട് ലഹള, അതിൻ്റെ ഭാഗമായിട്ടാണ് അയ്യങ്കാളി പുല്ലാട് വന്നത്. പിന്നീട് വെള്ളിക്കര മത്തായി ആശാൻ പ്രജാസഭയിൽ അംഗമാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന റോഡുകളുടെ ജാതിയും അതിൻ്റെ സാമൂഹിക ചരിത്രവുമാണ്. ജാതി എങ്ങനെയാണ് ഇന്ത്യയിലെ കേരളത്തിലെ റോഡുകളെ ഗ്രസിച്ചിരുന്നതും പാവപ്പെട്ടവൻ്റെ പ്രാഥമിക മനുഷ്യാവകാശമായ പൗരാവകാശമായ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ജാതി എങ്ങനെയാണ് തടസ്സപ്പെടുത്തിയെന്നും ആ റോഡിലൂടെ എങ്ങനെയാണ് മിഷണറിമാർ ട്രക്ക് ഓടിച്ച്, കുതിരകളെ ഓടിച്ച്, കാളവണ്ടിയിലൂടെ യാത്ര ചെയ്ത് എങ്ങനെയാണ് മതപരിവർത്തനം ചെയ്ത കേരളത്തിലെ പാവപ്പെട്ടവരെ, അധസ്ഥിതരെ, ദളിതുകളെ ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ അവർ അനുവദിച്ചത്, അവർ പറഞ്ഞതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ ചരിത്രം അറിയാമല്ലോ. ബ്രാഹ്മണന് മാത്രം പോകാൻ അനുവാദമുണ്ടായിരുന്ന റോഡുകളിൽ അയ്യങ്കാളി എങ്ങനെയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് എന്ന് നമുക്കറിയാം. അതൊരു സമരമാണ്, അതൊരു പോരാട്ടമാണ്. അങ്ങനെ കൃത്യമായി റോഡുകളിലെ ജാതിയെ അഭിസംബോധന ചെയ്താൽ മിഷണറിമാർക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ചെറുതും വലുതുമായ റോഡുകളിലെല്ലാം അങ്ങനെയാണ് തുല്യനീതിക്ക് വേണ്ടി ക്രൈസ്തവ ആദർശത്തിലേക്ക് നാട്ടിലെ ദളിതുകളും മൈത്തജാതിക്കാരും ആകർഷിക്കപ്പെടാൻ കാരണം സമത്വം, തുല്യനീതി, സാമൂഹ്യനീതി ഇത് കിട്ടുന്നതിന് വേണ്ടിയാണ്. തിരുവല്ലയിൽ നടന്നൊരു സംഭവം നിങ്ങൾക്കറിയാമല്ലോ. തിരുവല്ലയിൽ ചെറിയാൻ എന്ന് പറയുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഈഴവൻ മതം മാറി ചെറിയാനായി. ഒരു ഈഴവൻ മതം മാറി ചെറിയാനായി. ചെറിയാന് പേരിട്ട ശേഷം തിരുവല്ലയിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു. തിരുവല്ലയിലൂടെ യാത്ര ചെയ്ത് തിരുവല്ല ക്ഷേത്രത്തിന് മുന്നിലൂടെ പോയതിൻ്റെ പേരിൽ സവർണർ അദ്ദേഹത്തെ അടിച്ചു, ചെറിയാനെ അടിച്ചു. ഈഴവൻ മതം മാറിയതാണ് ചെറിയാൻ എന്നോർക്കണം. അദ്ദേഹത്തെ ക്രൂരമായി അടിച്ചു, മർദ്ദിച്ചു. തിരുവിതാംകൂർ കൊട്ടാരം ഇടപെട്ടു. ഈഴവൻ മതം മാറി ചെറിയാനായാലും ഈഴവൻ തന്നെയാണെന്ന് പറഞ്ഞ് അവൻ അടികൊള്ളേണ്ടവനാണെന്ന് വ്യാഖ്യാനങ്ങളുണ്ടായി. റോഡിലൂടെ ഈഴവനും മതം മാറി ചെറിയാനായാൽ പോലും അവന് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തിരുവല്ലയിലുണ്ടായിരുന്നു. അവന് യാഗമായ സമരങ്ങൾ, അങ്ങനെ അനവധി ആളുകൾ മതം മാറി നേതാക്കന്മാരായി. പൊയ്യേരി യോഹന്നാൻ, വെള്ളിക്കര മത്തായി ആശാൻ, ആശീർവാദമാശാൻ, വെങ്കോട്ട യോഹന്നാൻ, ചാത്തൻ പുത്തൂർ യോഹന്നാൻ, ശരതൻ സോളമൻ, പാമ്പാടി ജോൺ ജോസഫ്, അവിടെയൊക്കെ നേതൃത്വത്തിൽ ശക്തമായ മൂവ്മെൻറ്റുകൾ, വിവിധ പ്രസ്ഥാനങ്ങൾ, നവീകരണ പ്രസ്ഥാനങ്ങൾ, ചേരബർ സഭകൾ അങ്ങനെ ഉണ്ടായി. അങ്ങനെയുള്ള സമരങ്ങളിലൂടെയാണ്, പോരാട്ടങ്ങളിലൂടെയാണ് വഴി നടക്കാൻ കഴിഞ്ഞത്. മിഷണറിമാർ കൃത്യമായി ഇടപെട്ടു. റോഡുകളിലൂടെ അവർ യാത്ര ചെയ്തു. മതപരിവർത്തനം നടത്തിയ ക്രിസ്ത്യാനികളായി തീർന്നവരെ റോഡിലൂടെ അവർ കൊണ്ടുപോയി. കൂട്ടമായി യാത്ര ചെയ്തു. വഴിയോരങ്ങൾ കൺവെൻഷൻ യോഗങ്ങളായി, പ്രാർത്ഥനാ കൂട്ടങ്ങളായി മാറി. സമൂഹ സദ്യകൾ നടത്തി. ഉണ്ടക്കയത്ത് സമൂഹ സദ്യയെക്കുറിച്ച് ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. വിവിധ ജാതിക്കാരെ ഒരുമിച്ച് ചേർത്തി പന്തിഭോജനം നടത്തിയ ആളാണ് മുണ്ടക്കയത്ത് ഹെൻറി ബേക്കർ. റോഡുകളിലൂടെ പാട്ടുപാടി, തമ്പേറടിച്ച്, ഗായക സംഘങ്ങളായി, കൂട്ടങ്ങളായി യാത്ര ചെയ്തു. ബ്രാഹ്മണർക്ക് മാത്രം നടക്കാൻ അനുവദിക്കപ്പെട്ടിരുന്ന റോഡുകളിലൂടെ അങ്ങനെ പാവപ്പെട്ടവർ നടക്കുകയാണ്. ഗായക സംഘങ്ങളായി നടക്കുകയാണ്, പാട്ട് സംഘങ്ങളായി നടക്കുകയാണ്. വഴിയോരങ്ങളിൽ അവർ യോഗങ്ങൾ നടത്തുകയാണ്. പൊതുവിടങ്ങളിൽ അവർ സദ്യകൾ നടത്തുകയാണ്. മൈതാനങ്ങളിൽ അവർ കൺവെൻഷൻ നടത്തുകയാണ്.
ജാതിവൽക്കരിക്കപ്പെട്ട റോഡുകളെ കൃത്യമായി മാനവൽക്കരിച്ചുകൊണ്ട് റോഡുകളുടെ ജാതി അഭിസംബോധന ചെയ്യാൻ മിഷണറി പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. അതാണ് കോട്ടയം കുമളി റോഡിൻ്റെ ചരിത്രവും കോഴഞ്ചേരി തിരുവല്ല റോഡിൻ്റെ ചരിത്രവും ഇലന്തൂരും കടങ്ങന്നൂരും ചെങ്ങന്നൂരും ആറന്മുളയിലും സമീപ പ്രദേശങ്ങളിലെല്ലാം കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ജാതിവൽക്കരിക്കപ്പെട്ട റോഡുകളെ കൃത്യമായി മനുഷ്യന് നടക്കാൻ പറ്റുന്ന റോഡുകളായി ഇത് മാറിയിരിക്കുന്നു. മിഷണറി പ്രസ്ഥാനം റോഡുകളുടെ സാമൂഹിക ചരിത്രവും അതിൻ്റെ സാമൂഹ്യ ശാസ്ത്രവും ജാതിവൽക്കരിക്കപ്പെട്ട റോഡുകളുടെ ദയനീയമായ പരിതാപകരമായ അവസ്ഥയും പിന്നീട് പൗരസ്വാതന്ത്ര്യത്തിൻ്റെയും ആധുനിക ജനാധിപത്യ മൂല്യങ്ങളിലേക്കും സാമൂഹിക നീതിയിലേക്കും വന്നൊരു ജനതയുടെ വിശാലമായ യാത്രാ ചരിത്രവും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാത്യൂസ് മാർ അത്താനസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. മാർ ഗ്രിഗോറിയസ് പരിമലത്തിന് വേണ്ടി മാർ ഗ്രിഗോറിയസ് വള്ളങ്ങളിൽ കടലിലൂടെ യാത്ര ചെയ്ത് റോഡുകളിലൂടെ യാത്ര ചെയ്ത് അദ്ദേഹം സാധാരണക്കാർക്ക് പാവപ്പെട്ടവന് വേണ്ടി പള്ളികളും സ്കൂളുകളും സ്ഥാപിച്ചതിനെ കുറിച്ചൊക്കെ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ജാതിവൽക്കരിക്കപ്പെട്ട ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ട ജാതിയും ബ്രാഹ്മണ്യത്തെയും താങ്ങി നിർത്തിയ റോഡുകളുടെ ചരിത്രം നാം അറിയേണ്ട ഒരു ചരിത്രം തന്നെയാണ്. വഴി നടക്കാൻ അനുവാദമില്ലാത്തവനെ റോഡിലൂടെ കൊണ്ടുപോകാൻ വഴി നടക്കാൻ അനുവാദം കിട്ടിയ ചരിത്രം പുള്ളിക്കര മത്തായിയാശാനും വയ്യേലപ്പച്ചനും പാമ്പാടി ജോൺ ജോസഫും എല്ലാം പ്രജാസഭയിലെ പ്രസംഗങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, കാർഷിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. ആ റോഡുകളുടെ ചരിത്രത്തെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയാണ് നമ്മൾ മനുഷ്യരായത്. മിഷണറി പ്രസ്ഥാനവും ഈ നാട്ടിലെ റോഡുകളുടെ സാമൂഹിക ചരിത്രവും ജാതിവൽക്കരിക്കപ്പെട്ട റോഡുകളെ എങ്ങനെയാണ് മാനവികമായി പരിവർത്തനം ചെയ്ത മിഷണറിമാരുടെ ചരിത്രത്തെ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം. അങ്ങനെയാണ് നമ്മൾ